ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ എല്ലില്ലാത്ത ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആ മിക്സ് ചെയ്ത ചിക്കൻ അതിനെടുത്ത് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഇറക്കി അതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മസാല റെഡിയാക്കാം. ബട്ടർ ചിക്കനുണ്ട് മസാല നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് അല്പം ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്കൊരു 5 ഗ്രാമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 ഏലക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു പട്ട കൊടുക്കാം. അടുത്ത നമുക്ക് അതിലേക്കൊരു 4 സവോള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്ക് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ചേർത്തിട്ട് കൊടുക്കാം. കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇറക്കി കൊടുക്കാം. നമുക്ക് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെച്ച് 5 തക്കാളി കഴിഞ്ഞത് നമുക്ക് അതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നമ്മൾ ഈ ബട്ടർ വെച്ച് നമ്മളിതിന് ഒരു ഹാഫ് ഫ്രൈ പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത്. ആയിട്ടില്ല, നമുക്കിതിന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ല ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കടുത്തതായി ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇടാം. അടുത്തതിലേക്കായി 2 സ്പൂൺ മല്ലിപ്പൊടി, അടുത്തത് 1 സ്പൂൺ 1.5 സ്പൂൺ ചിക്കൻ മസാല, ഒരു സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. മതി. അടുത്ത നമുക്ക് കുറച്ച് കാഷ്നട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാലയെല്ലാം ഏകദേശം എല്ലാം വെന്ത് കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കത് നമ്മൾ കൂട്ടിയ മസാല നമുക്ക് മിക്സിയിൽ കുറേശ്ശെ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അത് മസാലയെല്ലാം നല്ല രീതിയിൽ ആക്കിയിട്ടിട്ടുണ്ട്. നമുക്കൊരു പാത്രം വയ്ക്കാം. നമ്മൾ ആക്കി വെച്ച മസാല എല്ലാം കൂടി നമുക്ക് അതിലേക്ക് കൂട്ടിയെടുക്കാം. കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഇതിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ല പരുവായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം കൂടി നമ്മളതിലിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് കുക്കിംഗ് ക്രീമാണ്. കുറച്ച് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് കോറിയൻഡർ ലീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.